ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രേസി വെജ്. ഇത് നമുക്ക് ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. എള്ളെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ എള്ളെണ്ണയാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് തരുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വീതം ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും നിലക്കടലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്നതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്കിട്ട് ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കുക. ഈ രീതിയിൽ ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ഒരുപാട് സമയം വഴറ്റേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 3 തക്കാളി എടുക്കാം. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അതോടെ ഇട്ട് മിക്സ് ചെയ്ത് തക്കാളി നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് ഒരു 10 മിനിറ്റോളം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് വെന്തോളും. ആ സമയത്ത് നമുക്ക് റൈസിൽ കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് ഒരു കപ്പ് പൊന്നിയരി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചെടുത്തതാണ്. പൊന്നിയരിയോ ബസ്മതി അരിയോ ആണ് ഇതിന് ഏറ്റവും നല്ലത്, തക്കാളി റൈസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ അത് നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. അപ്പോൾ കായത്തിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്ത് ഇളക്കിയ ശേഷം മസാലയിലേക്ക് വേണ്ടുന്ന ഉപ്പ്, നമ്മുടെ ചോറിലേക്ക് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. മസാലയിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് ഇട്ടത്. ഒരു ഗ്ലാസ് അരി വേവിച്ച ചോറാണത്. അത് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുണ്ടാവും. ടിഫിൻ ബോക്സിൽ നിറയ്ക്കാനാണെങ്കിൽ നമുക്ക് ചോറ് തലേ ദിവസമേ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തും ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ചോറൊന്ന് ഇട്ട് കൊടുക്കാം. ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനൊരു 1/2 കപ്പോളം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ ഈ സമയത്ത് ഇതിലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ നിറയ്ക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും ഇങ്ങനെ ചേർത്താൽ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.